ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇന്ന് നമുക്ക് നമ്മുടെ വീടും ഫ്ലോറും കിച്ചണും ഒക്കെ നന്നായിട്ട് നല്ല വൃത്തിയാക്കാൻ വേണ്ടി നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കിത് പ്രത്യേകിച്ച് ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷനാണിത്. നമ്മളിതിങ്ങനെ തയ്യാറാക്കി വെച്ചാൽ ഒരു 1-2 മാസത്തേക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കടകളിൽ നിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഞാൻ ഈ ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പൊടിയുപ്പാണ്. നിങ്ങൾക്ക് ഇതിന് പകരം കല്ലുപ്പ് യൂസ് ചെയ്യാം. കല്ലുപ്പാണ് കുറച്ചുകൂടെ ബെറ്ററും അതുപോലെ കുറച്ചുകൂടെ എഫക്റ്റീവും. പക്ഷെ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പൊടിയുപ്പാണ്. കല്ലുപ്പ് എടുത്താലും ധാരാളം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുൽത്തൈലം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പുൽത്തൈലമാണ് ചേർക്കുന്നത്. പുൽത്തൈലം നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ നമ്മുടെ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 കർപ്പൂരമാണ് ഇതുപോലത്തെ ചേർക്കുന്നത്. ഇതും കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കർപ്പൂരം നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് പ്രാണികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസെക്ട്സോ ഒന്നും വരാതെ നമുക്ക് നമ്മുടെ ഫ്ലോറും കിച്ചണും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ദിവസത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസത്തേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം നന്നായിട്ട് ഈ കർപ്പൂരവും അതുപോലെ പുൽത്തൈലവും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായി സെറ്റായി വരാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഈ മിക്സ് ഒഴിച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സ് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ആ ക്ലീനിങ് സൊല്യൂഷൻ ഞാനിപ്പോൾ ഈ ബോട്ടിലേക്ക് ഇതുപോലെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമുക്കൊരു 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. നമുക്ക് ഇത്രയും ഒരു ബോട്ടിൽ തന്നെ നമുക്ക് ഇത്രയും സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ നമുക്കൊരു 1-2 മാസത്തോളം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ തറ തുടയ്ക്കുമ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഒരു 1/2 ബക്കറ്റ് വെള്ളത്തിൽ ഇതിൽ നിന്നൊരു 3-4 ക്യാപ്പ് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാനും തറ തുടയ്ക്കാനും കിച്ചൺ ക്ലീൻ ആക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ വീടൊക്കെ നല്ലൊരു മണം വരികയും ചെയ്യും. പ്രത്യേകിച്ച് കിച്ചനും അതുപോലെ നമ്മൾ ഫ്ലോറൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു സ്മെല്ലും അതുപോലെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കടകളിൽ നിന്ന് മേടിക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്കൊരു 1-2 മാസത്തോളം നമുക്ക് ഈ ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. താങ്ക്